അപ്പം അശ്വതിയുടെ ലാബിൽ ആരും വരണില്ല. ഒന്നാമത്തെ അത് ഉള്ളിലോട്ട് മാറി നിൽക്കുന്നതാണ്, ആരും കാണത്തില്ല, അതാണ് വിഷയം. ഇപ്പം ലാഭം ഇതുപോലെ ബേക്കറി പോലെ പൂട്ടാൻ പോവുകയാണ്. അപ്പം അശ്വതി വന്ന് മാതാവിൻ്റെ അടുത്ത് കുറേ നേരിട്ടിരിക്കും. എന്തിയൊക്കെ ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ധാരണയില്ലാത്ത കാരണം ഇവിടെ വന്ന് ഇരുന്ന് മാതാവിൻ്റെ അടുത്ത് കുറച്ച് സങ്കടം, കുറച്ച് കണ്ണീരിട്ടും പോകും. അത് ആൾക്കാർ ചെയ്യും, ചില ആൾക്കാരൊക്കെ ചെയ്യണം അങ്ങനെയാണ്. ഇവിടെ വന്ന് ആദ്യമൊക്കെ ഈ ആൾക്കാരുടെ ബഹളം കാണുമ്പോൾ എന്ത് ചെയ്യണം, ആരോട് ചോദിക്കണം എന്നൊക്കെ അറിയാൻ പറ്റാതെ അവർ അന്തളിച്ച് പോകും. അവർ വന്നിരുന്ന് ഇത്തിരി കണ്ണീരിട്ടും പോകും. പക്ഷെ മാതാവ് അവിടെ കൂടെ പോകും. അതാണ് കുഴപ്പം. അപ്പോൾ അവൾക്ക് തോന്നി എന്നാൽ പിന്നെ ഉടമ്പടി എടുത്തേക്കാൻ തോന്നി. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവർക്കുള്ള ഒരു ജ്വരം എന്ന് പറയണത് എപ്പോഴും സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. സാക്ഷ്യം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിലുകളാണ്. നിൻ്റെ ഒരു വാതിൽ ആ സാക്ഷ്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഏതെങ്കിലും ഒരു സാക്ഷ്യത്തിൽ ആ വാതിൽ തുറന്ന് കർത്താവ് നിൻ്റെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ ആ വാതിൽ തുറന്ന് നീ കർത്താവിൻ്റെ അടുത്തേക്ക് പോകും. രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കും. സാക്ഷ്യത്തിൻ്റെ ഗുണവതാണ്. അപ്പോൾ അശ്വതിക്ക് തോന്നി ബാങ്കിൽ പോയി ലോൺ ചോദിക്കണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ അവിടെ ഈ ലാഭം അവിടെ കെട്ടിടം കണ്ട ഒരു മനുഷ്യൻ ലോൺ കൊടുക്കത്തില്ല. കാണാൻ പറയാം. നമുക്കാരാണ് ലോണ് തരണത്? പാപി ചന്ദനം പാതാളം എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും ആൾക്കാർ മനസ്സിടിഞ്ഞ് കിടപ്പുണ്ടേ. അശ്വതി അങ്ങനെ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ ഇവർ എംപവറായി. ഇവർക്ക് ഏത് മാനേജറിൻ്റെ അടുത്തും പോയി ചോദിക്കാനുള്ള ചങ്കൂറ്റം മാതാവ് കൊടുത്തു. മാതാവിന് പണ്ട് ചങ്കൂറ്റമുള്ള കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ടല്ല ഒരു കുറേ ഇറച്ചിയുടെ മകൻ്റെ ചോര ചവിട്ടി ആള് തല പോകഞ്ഞ് താഴെ പോകാതെ മര്യാദക്ക് നിൽക്കണ കണ്ടില്ലേ? 3 മണിക്കൂറാണ് നിന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ ആ മാതാവ് നിന്നത് 3 മണിക്കൂറാണ്. ഇത്തിരി കൂടിയ പുള്ളിയാണ്. അപ്പോൾ ആ ആളിൻ്റെ ഒരു ആത്മീയ ആവേശനം വന്നു കഴിഞ്ഞാൽ നിനക്ക് ആത്മധൈര്യം ഉണ്ടാവും ഉടനെ. ആശുപത്രി പോയി മാനേജറോടത്ത് ഞാൻ ചോദിച്ചു, മാനേജറെ ഇന്ന ലോണുണ്ടല്ല, ഞാൻ ഈ ചെറിയൊരു വ്യവസായം ചെയ്യുന്ന ആളാണ്, ബിസിനസ് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കിതിന് അപ്ഡേറ്റ് ചെയ്യണം. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്താലേ ആൾക്കാർ വരത്തുള്ളൂ. എനിക്ക് പുതിയ ഉപകരണങ്ങൾ വാങ്ങിക്കണം. എനിക്ക് 12 ലക്ഷത്തിന് ലോണുണ്ട്, അത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മാനേജർ പറയും, നിങ്ങൾക്ക് അതിനുള്ള സിവിൽ പോയിൻ്റ് ഇല്ലെന്ന് പറയും. സിവിൽ പോയിൻ്റ് ഇല്ലെന്ന് പറയും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ലോണിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് 90% സബ്സിഡിയാണ്, അത് ഗ്രാൻഡാണ്. ബാക്കിയാണ് കുറച്ച് ഇതുള്ളത്. പലിശ നമുക്ക് അടക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ലോണ് നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കിലൊക്കെ ഇങ്ങനെയുള്ള ലോണെന്ന് പറയുമ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലോണാണ്. അവരുടെ ആൾക്കാർക്കൊക്കെ അവർ ഒപ്പിച്ച് കൊടുക്കണമെന്നല്ലാതെ അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ടാവും. പാർട്ടിക്കാരും ഉണ്ടാവും, ബാങ്ക് മാനേജറും ഉണ്ടാവും, ബോർഡ് മെമ്പേഴ്സും ഉണ്ടാവും. അവർക്ക് കളി അറിയാവുന്നതുകൊണ്ട് അവരുടെ ചിറ്റവന്മാർക്കും അങ്കിളുമാർക്കൊക്കെ ഇത് സാധനം കിട്ടും, അങ്ങനെ കിട്ടും. അതാണ് ഇതിൻ്റെ രീതികൾ. എല്ലാ ബാങ്കും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ ലോകത്തിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഗവൺമെൻറ് പൂർവ്വ ഇതുപോലെ ഉണ്ട്, ഒത്തിരിയേറെ ഷെഡ്യൂളുണ്ട്. പക്ഷേ അതായത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് തുറന്ന് കിട്ടത്തില്ല. പക്ഷെ നമ്മൾ മാതാവിനെ വിളിച്ചുകൊണ്ടാണ് പോകണമെങ്കിൽ, അതുകൊണ്ട് ഇവളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് എവിടെ പോയാൽ ഉപ്പെടുത്തിടുവോളൂ. ആദ്യം തന്നെ ചെയ്യണത് എന്താണ്? ഈ വിശ്വാസ പ്രയോഗം ഉടമ്പടി കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഈ കാലഘട്ടത്തിൻ്റെ ആധ്യാത്മികതയിൽ പുതുതായിട്ട് അഡീഷൻ ചേർത്തിരിക്കുന്നത് എന്താണ്? പഴയകാല വിശ്വാസ പ്രയോഗങ്ങളെ പ്രചോദിപ്പിച്ചു. പഴയകാലത്ത് വിശ്വാസമൊക്കെ രൂപപ്പെട്ട് വരുന്ന കാലത്ത് ദൈവം വിശ്വാസ പ്രയോഗങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. വിശ്വാസ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് അത് ദൈവനാമത്തിൽ അത് പ്രയോഗിച്ച് കഴിയുമ്പോൾ അതിന് ദൈവത്തിൻ്റെ ശക്തിയുടെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഉടമ്പടി അത് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, സംഭവം പുനർജീവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അശ്വതി ഇവിടെ പോയാലും വിശ്വപ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിടും. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അതിൻ്റെ സിദ്ധാന്തവും പ്രയോഗവും, വിശ്വാസപ്രമാണം അതിൻ്റെ സിദ്ധാന്തമാണ്, തിയറി. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പ്രയോഗം എന്താണ്? ആ ഉപ്പ് നിക്ഷേപിക്കുന്നതാണ് പ്രയോഗം എന്ന് പറയണത്. ഇപ്പം നമ്മൾ കാശ്മീരൊക്കെ കുഴിച്ചെടുത്തില്ലേ? അപ്പം അച്ഛൻ പറഞ്ഞ് കാശ്മീരം കുഴിച്ചിടുന്നില്ല, സ്ഥാപിക്കണം നമ്മൾ ചെയ്യണത്. എന്താ കാര്യം? കുരിശ് ഭൂമിയിലായി സ്ഥാപിച്ചത് ആരാണ്? ഈശോയാണ്.
ഈ കുരിശ് സ്ഥാപിച്ചുകൊണ്ടാണ് ലോകത്ത് രക്ഷ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ എന്തെങ്കിലും സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അത് ദൈവനാമത്തിൻ്റെ ആണെങ്കിലുണ്ടെങ്കിൽ വിടുതലിൻ്റെ പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് കാശ് രൂപ യേശുനാമത്തിൽ സ്ഥാപിക്കണത്. നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പറയരുത്, സ്ഥാപിക്കുകയാണ് ചെയ്യണത്. അത് ആദ്യം ചെയ്ത് പിതാവായ ദൈവമാണ് ഈ കുരിശ് ഭൂമി കുഴിച്ചിട്ടിരിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഭൂമിയിലെ വിശ്വാസം സ്ഥാപിക്കും. ആ സ്ഥലം കർത്താവിൻ്റെതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ അതിക്ക് മുമ്പ് നിങ്ങളിത് പ്രയോഗിക്കാനും പ്രഖ്യാപിക്കാനും പോരുന്ന ആളാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് വിഷയം. ചില ആൾക്കാർ പ്രഖ്യാപിച്ചിട്ടും പ്രയോഗിച്ചിട്ടും ഒക്കാത്തതിൻ്റെ കാര്യം എന്നറിയാമോ? നിങ്ങളെ ദൈവത്തിന് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. കാര്യം എന്താ പിടിക്കാത്തതിൻ്റെ കാരണം? ഒന്ന്, നിങ്ങളുടെ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ പഴയ പുതപ്പെടുത്ത് പുതക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതാണ് പ്രശ്നം. അത് വലിയ അപകടമാണ്. നിങ്ങളുടെ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി, നേടാനുള്ള നേടിക്കഴിയുമ്പോൾ പഴയ തെരസ്യാമ്മയായിട്ട് മാറും. അത് ദൈവത്തിന് അറിയാം. ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ മുമ്പിൽ കണ്ണി പൊടിയിടാവുന്ന പോലെ ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടാൻ പറ്റാത്തത് കൊണ്ടാണ് യഥാർത്ഥ ഇസ്രയേൽ എന്ന് പറയണത്. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഒരു അഭ്യാസമൊക്കെ കാണിച്ച് ഇങ്ങനെ നല്ല പിള്ള ചമഞ്ഞൊക്കെ നിൽക്കുമ്പോഴും ഇനി ഒരു കാലത്ത് ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിങ്ങൾ പഴയ വേഷമെടുത്ത് കെട്ടുകയാണെങ്കിൽ ദൈവത്തിന് ഇപ്പം അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങളെ പ്രയോഗിച്ചിട്ട് ഒക്കാത്തതിൻ്റെ കാരണം. കാര്യം എന്താണ്? നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നാണ് പറയണത്. റബ്ബി, അങ്ങേക്ക് എങ്ങനെ അറിയാം? അപ്പം നിൻ്റെ പഴയ ചലനങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ടെന്നാ. നിൻ്റെ പഴയ നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് പറയും. അപ്പം പഴയ ചലനങ്ങളിൽ എനിക്കറിയാം. ഇതുപോലെ തന്നെയാണ് കുഴപ്പം. നീ ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. നദ്ദാനിയൻ്റെ അടുത്ത് അത്തിവൃക്ഷത്തിന് ചുവട്ടിലായിരുന്നപ്പോൾ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. യോഹന്നാൻ 1:48. യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പൊ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുന്ന സമയത്ത് ഈശോ അവനെ കണ്ടെന്നാ പറയണത്. ആ കാഴ്ച എന്താണ്? വിദൂര കാഴ്ചയാണ്. ദൈവികമായ കണ്ണുകളെ കൊണ്ട് കണ്ടതാണ്. ഈ കണ്ട കാഴ്ച തന്നെയാണ് വെള്ളത്തിൻ്റെ കർത്താവിനോട് വന്ന് 10 ദിവസം ചോദിക്കുന്നില്ലേ, നമ്മൾ നികുതി കൊടുക്കണോ, മക്കളെ നികുതി കൊടുക്കണോ എന്ന് ചോദിക്കും. നമ്മുടെ നികുതി ദേവാലയ അധികാരികൾ നികുതി പിരിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ, ശിമയോനെ നിനക്കെന്ത് തോന്നുന്നു? മക്കളാണോ നികുതി കൊടുക്കേണ്ടത്, അടിമകളാണോ? അപ്പോൾ ശിമയോൻ പറയും, അടിമകളല്ലേ നികുതി കൊടുക്കേണ്ടത്, കപ്പം കൊടുക്കേണ്ടത്. ശരി. അപ്പോൾ കർത്താവ് ചോദിക്കും, അപ്പോൾ മക്കൾ സ്വതന്ത്രരാണല്ലോ. തീർച്ചയായിട്ടും, അപ്പോൾ നമുക്ക് കൊടുക്കണ്ട എന്ന് പറയാം. അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി എനിക്കും നിനക്കും വേണ്ടി നീ നികുതി കൊടുക്കണം. എന്തിനു കൊടുക്കണം? നീ കടലിൽ പോയി ചൂണ്ടയിടണം, ഒരു മത്സ്യം കിട്ടും. ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടെ പീറ്റേഴ്സ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷ് ഉണ്ട്. നമ്മുടെ കരിമീൻ പോലെ ഇരിക്കും. അതാ ഗലീല കടലിൽ ഒത്തിരി ഉള്ളതാണ്. ഒരെണ്ണത്തിന് 700 രൂപയാണ് വില. ഒരെണ്ണത്തിന് നമ്മുടെ ഇവിടുത്തെ 700 രൂപയാണ്. അവർ 2 ഒലിവുകായും കുറച്ച് ഒലിവെണ്ണ ഒഴിച്ച് ഇങ്ങനെ പൊള്ളിച്ച് നമുക്ക് ഇങ്ങോട്ട് തരും. ഈ പീറ്റേഴ്സ് ഫിഷ് എന്ന് പറയുന്ന സംഭവത്തിലാണ് കർത്താവ് പറയണത്, ഇതിൻ്റെ വായിലൊരു സ്ഥാദ്യോനം ഉണ്ടാകുമെന്ന് പറയും. അത് സ്വർണ്ണനാണയമാണ്. അതെടുത്തിട്ട് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കാൻ പറയാം. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന
മത്തായി 17:27. മത്തായി 17:27. എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. എന്താ പ്രശ്നം? കടലിൽ കൂടി ഒഴുകിപ്പോകുന്ന, കടലിൽ കൂടി നീന്തിപ്പോകുന്ന മത്സ്യത്തിൻ്റെ വായിരിക്കുന്ന നാണയത്തെ പോലും, അല്ലെങ്കിൽ കരിമീൻ പോലെ ടൈപ്പിനുള്ള പരിപാടിയാണ്. എന്ത് കിട്ടിയാലും അവൻ വിഴുങ്ങി വെക്കും ഇതിൻ്റെ അകത്ത്. അങ്ങനെ എന്തോ നാണയം വിഴുങ്ങിയ, പക്ഷേ ഈ ബൈബിൾ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിന് വേറെ ചില കൊണോട്ടേഷൻ കണ്ടുപിടിച്ച് ലോജിക്കാക്കി കളയും. ഇങ്ങനെ അവരുടെ കണ്ടുപോലുള്ള അസുഖമാണ്, ചെറിയൊരു അസുഖമാണത്. എല്ലാം പറഞ്ഞ് ലോജിക്കാക്കി കളയും. അങ്ങനെയൊന്നുമല്ല. ഇതിൽ റിയലായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് കടലിൻ്റെ അടിയിൽ കൂടി പോകുന്ന മത്സ്യങ്ങളെ കർത്താവ് നേരിട്ട് കാണുകയാണ്, ദാനിയേലിനെ കണ്ടതുപോലെ. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊരു ഓട്ടോമാറ്റിക് സ്കാനിങ് നടക്കുന്ന കാരണം നമ്മൾ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ ഈ മത്സ്യത്തിൻ്റെ വായിലെ സ്വർണ്ണ നാണയം കണ്ട കർത്താവ് നീ ഉടമ്പടിക്കാലം കഴിയുമ്പോൾ നിൻ്റെ അവസ്ഥയും കാണുന്നുണ്ടാവും. അതാണൊരു കുഴപ്പം. അതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് ഓഡിറ്റിങ് നടക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഓഡിറ്റിംഗ് ഉള്ളത് കാരണം നമ്മൾ ഫ്രോഡാകാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാ, ഒരു യഥാർത്ഥ ഇസ്രായേലിൻ ഇവരിൽ കാപഠ്യമില്ല. നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കാപഠ്യമില്ലാത്ത ഒരു പേഴ്സണാലിറ്റി ഉടമ്പടിക്ക് ശേഷവും രൂപപ്പെടുത്തിയെടുക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പി 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. എൻ്റെ പേര് മിലുമോൻ. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ വേലുപ്പാടം എന്ന് പറഞ്ഞ ഇടവയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വരുന്നത് വളരെ എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും വേണ്ടിയാണ്. ഞാൻ ഫെബ്രുവരി 19 ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കൂടുതലായുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയുടെ ഉയർന്ന പോസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് കമ്പനി പറഞ്ഞു നീ റിസൈൻ ഇടാനായിട്ട്. കാരണം കണ്ടിന്യൂസ് 4 years ഞാൻ അവിടെ ടോപ്പായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് റിസൈൻ ഇടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ കാരണം തിരക്കി. വ്യക്തമായ കാരണങ്ങളൊന്നുമില്ല കമ്പനിക്ക്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ റിസൈൻ ഇട്ടെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വേറെ കമ്പനികളിൽ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ റിസൈൻ ഇട്ടു. പക്ഷേ ഞാനാകെ തകർന്നു പോയി. കാരണം ഞാനാണ് എൻ്റെ വീട്ടിലെ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ എൻ്റെ 2 മക്കളുണ്ട്. അവർ കുഞ്ഞു കുട്ടികളാണ്. അതുപോലെ ഭാര്യയാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനാകെ വിഷമിച്ച് പോയി. അങ്ങനെ വിഷമിച്ച സമയത്ത് ഞാൻ എല്ലാ ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നന്നായി പ്രാർത്ഥിക്കുക, 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഒരു അതിശയമായി. കാരണം ഇങ്ങനൊരു തകർച്ച ഇവന് വന്നപ്പോൾ ഇതെന്താണ് ഇങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും ഇടയിലൊരു ഒരു പരിഭ്രമം പോലെ എല്ലാവരും പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരു പ്രചോദനം എനിക്ക് വന്നു. നീ കൃപാസനത്തിൽ പോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ഈ കൃപാസനത്ത് ഉടമ്പടി പോയി എടുക്കണമെന്ന് പറയുന്നത്? കാരണം നമ്മളിന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഉടമ്പടി എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായുള്ള പ്രചോദനം തന്നു. നീ പോകൂ എന്നുള്ള ഒരു പ്രചോദനം തരികയും ഞാൻ അവിടുന്ന് ട്രിവാൻഡ്രത്തുനിന്ന് വണ്ടി കയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ സാക്ഷ്യങ്ങളിതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ പ്രചോദനം തോന്നി ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട്. ഞാനിങ്ങനെ ഉടമ്പടി എടുക്കാനായിട്ട് 2nd ഫ്ലോറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉടമ്പടിയെക്കുറിച്ച് അച്ഛൻ പറയുന്നൊരു ക്ലാസ് കേട്ടു. അപ്പോൾ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി
കാരണം ഇത് ഞാൻ ജീവിക്കേണ്ട ഒരു രീതിയാണ് എന്നെനിക്ക് മനസ്സിലായി. കാരണം ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ, കാരുണ്യ പ്രവൃത്തികളൊന്നും തന്നെ ഞാനൊന്നും ചെയ്യാറില്ല. കാരണം ഞാനെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവികമായിട്ടുള്ള കർത്താവിൻ്റെ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് എനിക്ക് വളരെ ബോധ്യമായി. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, മാതാവേ എനിക്ക് ജോലി അതൊക്കെ വേണ്ട, പക്ഷേ എനിക്ക് ഈശോയെ കൂടുതലായിട്ട് അറിയണം എന്നാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിച്ചത്. ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് ഈശോയിലേക്ക് കൂടുതലായിട്ട് അടുക്കണം എന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നത്. ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുക എന്നുള്ള പ്രതിജ്ഞയോടെ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയില്ല, 4 കമ്പനികളിൽ നിന്ന് എനിക്ക് കോള് വന്നു. പെട്ടെന്ന് 4 കമ്പനികളിൽ നിന്ന്, അത് ഒരെണ്ണം സേലത്തും 2 എറണാകുളത്തും ആണ് പെട്ടെന്ന് വന്നത്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഓക്കെ, ഞാനത് ഫോൺ അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഉടമ്പടി എടുത്ത് പോയി. ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഞാനിവിടുന്ന് പത്രങ്ങൾ കൊണ്ടു ചെന്ന് ഞാനവിടെ തിരുവനന്തപുരത്ത് ഒരു സുപ്രദമായ പള്ളിയിൽ ഞാനിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പത്രം അങ്ങനെ പറഞ്ഞു കൊടുത്തു. കാരണം എനിക്കിങ്ങനെ പെട്ടെന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പ്രചോദനം ഉണ്ടായി. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ, അത് ഏകദേശം ഒരു 80 വയസ്സോളം, ഒരു 75-80 വയസ്സുള്ള സ്ത്രീ എൻ്റെ അവിടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, നീ അർഹതയുള്ളവർക്ക് വേണം ഈ പത്രം കൊടുക്കാനായിട്ട്. നിൻ്റെ കയ്യിലിരിക്കുന്ന ആ പത്രം മൊത്തം എനിക്ക് തരാൻ പറഞ്ഞു. എനിക്കിത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ 5 പത്രം കൊടുത്തു. അപ്പോൾ വീണ്ടും എന്നെ നിർബന്ധില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ അവിടെ അക്രൈസ്തവരായ സഹോദരങ്ങൾക്കിടയിൽ, ട്രിവാൻഡ്രത്ത് അക്രൈസ്തവരായ സഹോദരങ്ങൾക്കിടയിൽ പോയിട്ട് ഞാനിത് കൊടുക്കുന്ന സമയത്ത് എൻ്റെ അനുഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ജോലി പോയി, പെട്ടെന്ന് ഇങ്ങനെ കുറേ കമ്പനികളിൽ നിന്ന് വന്നു, ഞാൻ തകർന്നു പോയി പറഞ്ഞ് എൻ്റെ അനുഭവം കുറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ എന്താ പറയുക, ഒരു കുളിര് കയറുന്ന അനുഭവം എനിക്കുണ്ടാകാൻ മാത്രമല്ല, അവരും ഭയങ്കരമായിട്ട്, അതായത് അവർക്കും ഒരു അഭിഷേകം, അതായത് ഒരു എന്താ പറയുക, അവർക്ക് ആകെ, എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല വാക്കുകൾ, പക്ഷെ അവർക്ക് ഭയങ്കര ഒരു വിശ്വാസവും കാര്യങ്ങളും ഉണ്ടാവുന്നതായിട്ട് അനുഭവപ്പെട്ടു. അവർക്കും ഒരു എന്താ പറയുക, ഒരു പീസ് ഓഫ് മൈൻഡ് അവർക്കും ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് 4 കമ്പനികളിൽ നിന്ന് ഇങ്ങനെ ഓഫർ വന്നു. പക്ഷേ ഒന്നും ഞാൻ മാതാവിനോട് ഇങ്ങനെ പെട്ടെന്ന്, അതുപോലെ തന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ, ഇതെല്ലാം പല സ്ഥലങ്ങളിലാണ്, എൻ്റെ നാടായ തൃശ്ശൂർ എനിക്കൊരു ജോലി വേണം എന്ന് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയും, അപ്പോൾ ഓരോ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോകുമ്പോൾ ട്രിവാൻഡ്രത്ത് റീജിയണൽ ക്യാൻസർ സെൻ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് രോഗികളെ ശുശ്രൂഷിക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ എൻട്രി കിട്ടിയില്ല. കാരണം അവിടെ ആരെങ്കിലും വേണം, പാസ് വേണം. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ 3 സ്ഥലത്ത് ഞാനിങ്ങനെ പോയി പെർമിഷന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ എൻട്രി കിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴെല്ലാം ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോകാൻ ചെല്ലുന്നോ അപ്പോഴെല്ലാം എനിക്ക് കമ്പനികളിൽ നിന്ന് കൂടുതൽ കോളുകൾ വന്നു. കാരണം നമുക്കറിയാം, ഒരു ഉയർന്ന പോസ്റ്റിൽ ഒരു ഇൻ്റർവ്യൂ മാത്രമല്ല, 3-4 ഇൻ്റർവ്യൂകൾ കടന്നു പോകണം. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് ഓരോ കോളുകൾ വരിക. അത് കഴിഞ്ഞ് പെട്ടെന്ന് എൻ്റെ മോൾക്ക്, മൂത്ത മോൾക്ക് പെട്ടെന്ന് ടൈഫോയിഡ് വന്നു. അവൾ കണ്ണൂർ, അവിടെ വൈഫിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് ഈ വിഷമത്തിൽ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു, ഒരു ഉയർന്ന കമ്പനിയിൽ നിന്ന് കോള് വന്നിട്ട് പറഞ്ഞു, നാളെ നീ പെട്ടെന്ന് ഓൺലൈനിൽ ഇൻ്റർവ്യൂവിന് വരണം. കാരണം വൈസ് പ്രസിഡൻ്റാണ് വിളിക്കുന്നത്, ആളിവിടെ ഉണ്ടാവില്ല, പിന്നെ ഇവിടെ വരില്ല. അപ്പോൾ എന്തായാലും നീ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മാനസികാവസ്ഥ ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല സാരമില്ല, നീ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരമില്ല. കാരണം അവർ വളരെ മാത്തമെറ്റിക്കലായിരിക്കും, തിയററ്റിക്കലാക്കി ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ കിട്ടുന്നില്ല. പക്ഷേ എൻ്റെ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ HR എന്നോട് ചോദിച്ചു, മിലു നീ എന്താ പറഞ്ഞതെന്ന് നിനക്ക് വല്ല നിശ്ചയം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എന്തായാലും കൊളായെന്ന് മാത്രമേ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് രൂപ എടുത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഞാൻ തോറ്റ് കഴിഞ്ഞാൽ അമ്മ തോൽക്കുന്ന പോലെയാണ്, എനിക്കെന്തായാലും എനിക്കിത് വിജയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ വിളിച്ച HR എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മിലു, എനിക്കറിയില്ല, നിന്നെക്കുറിച്ച് ഞാൻ
കൂടുതലായിട്ട് അവിടുത്തെ വൈസ് പ്രസിഡൻറ്റ് കൺവിൻസ് ചെയ്യും, നിന്നെ ഞാൻ സെലക്ട് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അതായത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് നിനക്ക് ഉയർന്ന പോസ്റ്റ്. അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം 15 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ അത്രയും അടുത്ത് എനിക്ക് ജോലി കിട്ടുകയും അതുപോലെ ഓഫർ ലെറ്റർ പെട്ടെന്ന് തന്നെ അയച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പല കമ്പനികളിൽ നിന്ന് ഓഫർ വന്നു, കാരണം എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കാൻ പറ്റുക എന്നുള്ളൊരു ടെൻഷൻ മാത്രമല്ല. അവസാനം ഞാൻ ആഗ്രഹിച്ച പോലെ കൃപാസന മാതാവ് എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ സ്വന്തം അടുത്ത്, അതായത് 15 കിലോമീറ്റർ അടുത്ത് ഒരു നല്ല പോസ്റ്റ്, ഉയർന്ന പോസ്റ്റിൽ, അതായത് ഇവിടെ ഞാൻ ജോലി ചെയ്തതിനെക്കാട്ടി കൂടുതൽ ശമ്പളത്തിൽ എനിക്ക് ജോലി ലഭിക്കും. 1-ാം തീയതി ഞാൻ അവിടെ ജോലിക്കായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ജോലിയെല്ലാം തന്ന, അതുപോലെ എനിക്ക് അതുമാത്രമല്ല ഇതിനൊരു കൂടുതലായിട്ട് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് എനിക്ക് പ്രചോദനം. കാരണം ഞാൻ അതിൽ വീക്കായിരുന്നു. കാരണം ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഞാൻ വീക്കായിരുന്നു. അതുമാത്രമല്ല ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും എനിക്കൊരു വഴി തുറന്നു തരണേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഓരോരുത്തരും എൻ്റെ അടുത്ത് വരുന്ന ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയും, ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളെ അവരിങ്ങോട്ട് പറയും. അപ്പോൾ എനിക്ക് അങ്ങനെ ഇത് ചെയ്യാനായിട്ട് മാതാവ് തന്നെ ഒരു വഴി എനിക്ക് ഒരുക്കി തന്നതിന് പരിശുദ്ധ അമ്മയോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. കൃപാസന മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. നന്ദി. വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബജീവിതത്തിൽ അത് മൂലം ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായി. കാരണം എൻ്റെ കുടുംബത്തിൽ ഒരു ഭിന്നത പോലെ ഉണ്ടായിരുന്നു കുടുംബ സഹോദരങ്ങൾക്കിടയിൽ. അത് മാറി എനിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിലാണ്. കാരണം ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നുണ്ടായിരുന്നു ജോലി സംബന്ധമായിട്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റി. പക്ഷേ എല്ലാവരോടും ഒരു സമാധാനത്തിലും എന്താ പറയുക, സംസാരിക്കാനും കൂടുതലായിട്ട് ഇടപെടാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ പേര് ആശ്രിത. ഞാൻ വരുന്നത് വൈക്കത്ത് നിന്നാണ്. ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ +2 പഠിച്ചതിന് ശേഷം ജർമ്മൻ പഠിക്കുകയായിരുന്നു. ആദ്യമേക്ക് എനിക്ക് ഭയങ്കര പാടായിരുന്നു അത് പഠിക്കാനും. ഇത് പാസ്സാകുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഞാൻ അമ്മേനോട്, മാതാവിനോട് നിരന്തരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല, അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് തന്നെ B2-ൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് കിട്ടുകയും എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാനും സാധിച്ചു. പക്ഷെ പിന്നീടാണ് എൻ്റെ ലൈഫിൽ ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ പാസ്സാകുമെങ്കിലും എനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചിരുന്നില്ല. ഏജൻസിക്കാരെ വിളിക്കുമ്പോൾ അവർ വരും, നീ വെയിറ്റ് ചെയ്യ്, എന്തായാലും വരുമെന്ന് പറഞ്ഞ് എനിക്ക് ഉറപ്പ് തന്നുകൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ ഒരു സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യത്തിൽ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, എൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് മനസ്സിലായി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് എനിക്ക് കോൺട്രാക്റ്റ് ഏജൻസിക്കാർ അയച്ചെങ്കിലും പക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്തൊരു ഹോസ്പിറ്റലിൽ നിന്ന് അറ്റ്ലീസ്റ്റ് A1 ലെവൽ പാസ്സായ കുട്ടികൾക്ക് പോലും കയറി പോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കോൺട്രാക്റ്റ് ആയിരുന്നു. B2 പാസ്സായ എനിക്ക് അതിന് പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ തീരുമാനിച്ചു ഞാൻ ആ കോൺട്രാക്റ്റിൽ അതിൽ പോകുന്നില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടും എൻ്റെ കാര്യങ്ങൾ ഇത്രയും തടസ്സങ്ങൾ വന്നതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ കേട്ടു പത്രപ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച്. എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു, ഞാൻ കൊടുക്കില്ലായിരുന്നു, വീട്ടിൽ തന്നെ ഞാൻ വെക്കും, ഞാൻ പത്രം കൊടുക്കത്തേ ഇല്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഞാൻ പിന്നീട് ഉടനെ തന്നെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പത്രം പിറ്റേ ദിവസം തന്നെ ജനറൽ ഹോസ്പിറ്റലിലും ബസ് സ്റ്റോപ്പുകളിൽ ഞാൻ കൊടുത്തു. വെറുതെ ഞാൻ കൊടുത്തില്ല, ഓരോരുത്തരോടും മാതാവിനെയും ഈശോനെയും കൃപാസനത്തെയും ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞാണ് അവർക്ക് ഞാൻ കൊടുത്തത്. പിന്നീട് എൻ്റെ ലൈഫിലുണ്ടായെന്ന് പറഞ്ഞാൽ ഭയങ്കര മിറാക്കിളാണ്. ഞാൻ വിളിച്ച ഫോൺ എടുക്കാതിരുന്ന ഏജൻസിക്കാരെ എന്നെ ഇങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു, മോൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ടഫായിരിക്കും, നല്ല ലാംഗ്വേജ് ലെവൽ വേണം, ജർമ്മനിയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് തന്നെ നീ ലാംഗ്വേജ് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുവാണ്,
എനിക്ക് മാതാവ് എനിക്കിത് തന്നെമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് നല്ലതാണെങ്കിൽ ഇതിന് പോകാൻ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാണ് ഇൻ്റർവ്യൂവിൽ ഇരുന്നത്. എനിക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ടൈമിൽ വീട്ടിൽ കറണ്ട് പോവുകയും വൈഫൈ ഓഫാകുകയും ചെയ്തു. എന്നാലും പിന്നീട് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയെന്ന് ഏജൻസിക്കാർ വിളിച്ചു പറഞ്ഞു. എന്നാലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് കിട്ടിയാലും നമുക്കൊന്ന് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. ഞാൻ പിന്നീടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ എനിക്ക് അക്കോമഡേഷൻ റെഡിയായി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. VFSൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ജനുവരി 17 എനിക്ക് VFSൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് VFSൽ പോയത്. വിസക്ക് അപ്ലൈ ചെയ്തു. 8 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ ഡിസ്പാച്ചായി. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കിത് കിട്ടുമെന്ന്, എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ എനിക്ക് വിസ ലഭിച്ചു. എനിക്ക് ഏപ്രിൽ 1 ഞാൻ ജർമ്മനിക്ക് പോകുവാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ജർമ്മനിയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൻ്റെ കീഴിലാണ് ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. ഉയർന്ന സ്റ്റൈഫൻഡോട് കൂടി പഠിക്കാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് നൽകി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രങ്ങൾ ഇപ്പോൾ എല്ലാം പുതുക്കുമ്പോൾ എല്ലാ പത്രങ്ങളും ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ജർമ്മൻ പഠിക്കുന്ന ഫ്രണ്ട്സിന് തന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. അപ്പോൾ അവർ 2 പേരെ എനിക്കിവിടെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് കൊന്ത അറിയില്ല. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ കൊന്ത പഠിക്കുകയും കൊന്ത ചൊല്ലാറുമുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ഞാൻ അത് കൊടുക്കും. വീട്ടിലിപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഇതിന് വരികയാണെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ആ പൈസ വീട്ടിൽ നിന്ന് കൊടുക്കാറുണ്ട്. 2 വർഷമായിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത്. 1 വർഷം തന്നെ എക്സാം ഇതെല്ലാം ആയിട്ട് പോയി. പിന്നെ 1 വർഷത്തോളമായി എനിക്ക് പ്രോസസ്സിങ്. ഏജൻസിക്കാർ അത്രയും ഇങ്ങനെ ലാഗാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് ഉടമ്പടി എടുത്ത് ഞാൻ പത്രമൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ മാതാവ് ഞാൻ എഴുതിയ എല്ലാ നിയോഗങ്ങളും എനിക്ക് സഹായിച്ചു തന്നു. പ്രധാനമായിട്ടും ഞാൻ എൻ്റെ ജർമ്മൻ പഠനത്തും തുടർന്നുള്ള പ്രോസസ്സിങ്ങും വിദേശത്ത് പോകാനും വേണ്ടിയാണ് നിയോഗങ്ങൾ വെച്ചത്.